നമസ്കാരം, വീണ എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. മുണ്ടത്തിക്കോട് കോടശ്ശേരി മേഖലയിൽ കാട്ടുപന്നി വേട്ടക്കാരുടെ വിഹാരം. ഉഗ്രസ്ഫോടനശേഷിയുള്ള പടക്കങ്ങൾ പന്നിക്കൂട്ട സഞ്ചാര മേഖലയിൽ നിക്ഷേപിച്ച ദുരന്തം ക്ഷണിച്ചു വരുത്തി നിയമലംഘകർ. ജനവാസ മേഖലയിൽ പോലും പന്നിപ്പടക്ക നിക്ഷേപം. പടക്കം കടിച്ച തല തകർന്ന ചത്ത നിലയിൽ ഗർഭിണിയായ പന്നിയെ കണ്ടെത്തി. കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിലാണ് പന്നി ജഡവും പൊട്ടാത്ത പടക്കവും കണ്ടെത്തിയത്. പോലീസ് വനപാലക സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. സമഗ്ര അന്വേഷണത്തിന് തുടക്കം. സാമൂഹ്യ വിരുദ്ധരെ അമർച്ച ചെയ്യണമെന്ന ജനപ്രതിനിധികൾ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കർമ്മ പദ്ധതിയുമായി സർക്കാർ. സംസ്ഥാനത്ത് 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം. പെരിഞ്ഞനത്തെ ഹോട്ടലിൽ വിളമ്പിയ കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് 56-കാരി മരണമടഞ്ഞ സംഭവം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ മിന്നൽ പരിശോധനയുമായി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. 10 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് മേയർ MK വർഗീസ്. അത്താണിയും പരിസരവും ഇനി അതീവ ജാഗ്രതാ മേഖല. സുരക്ഷയുടെ കണ്ണടയില്ല മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അകക്കണ്ണിലൂടെ ജനങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന വാഗ്ദാനം ചെയ്ത പോലീസ് സേന പൊതുജന പങ്കാളിത്തത്തോടെ പ്രധാന ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ മിഴി തുറന്നു. ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ IPS പഴുതടച്ച സുരക്ഷ നാടിന് സമ്മാനിച്ചു. അക്കാദമിക് രംഗത്തെ പ്രതിഭകൾക്ക് അനുമോദനം. വേനൽ അവധിയും പിന്നിട്ട അക്ഷര കേരളം പുതിയൊരു അധ്യയന വർഷാരംഭത്തിന്റെ ആരവ നിറവിലേക്ക്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അധികൃതരും രക്ഷിതാക്കളും. മധ്യവേനൽ അവധിക്ക് സമാപനമാകുന്നു. ചരിത്രത്തിന്റെ പെരുമയിലേക്ക് മുണ്ടത്തിക്കോട് DVLP സ്കൂളിലെ നൂറ്റാണ്ട് പിന്നിട്ട പുളിമരവും. പുളിമുത്തശ്ശിക്ക് കൂടുതൽ കരുത്തും സംരക്ഷണവും ഒരുക്കി അധ്യാപകരും PTA കമ്മിറ്റിയും. ചിത്ര മികവൊരുക്കി സ്നേഹക്കൂടാരം. വാർത്താവിശേഷം വീണ എൻ സ്പെഷ്യലിൽ. തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കി മാറ്റിയ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾക്ക് പ്രതികൂല റിപ്പോർട്ട് നൽകി. കരുതിക്കൂട്ടിയുള്ള ചതി നടത്തിയതായി പോലീസ്. 18.65 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സിനിമയ്ക്ക് 22 കോടി രൂപ ചിലവായെന്ന വ്യാജരേഖയുണ്ടാക്കിയതായും ആരോപണം. സിറാജ് വലിയതറ നൽകിയ പരാതിയിലാണ് പോലീസ് റിപ്പോർട്ട്. കുട്ടിക്കൂട്ടത്തിന് അതിരുകളില്ലാത്ത ആഹ്ലാദ നിമിഷങ്ങൾ സമ്മാനിച്ച അവണൂരിൽ ജവഹർ ബാൽമഞ്ച് മണ്ഡലം തല സംഗമം. മാമ്പഴം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നർമ്മവും കുഞ്ഞുണ്ണി കവിതകളും ഗാനാലാപനവുമായി കാരിക്കേച്ചർ സജീഷ് കുട്ടനല്ലൂർ. നിരവധി കുരുന്നുകൾക്ക് നവ്യാനുഭവം പകർന്നു നൽകിയ പരിപാടി KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ജനമനമെന്ത്? കാത്തിരിപ്പിന് നീളം വല്ലാതെ കുറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 5 ദിനം മാത്രം. പ്രതീക്ഷയിലും അതിലേറെ ആശങ്കയിലും മുന്നണികൾ. കണക്കുകളിലെല്ലാം ഭദ്രമെന്ന 3 മുന്നണികളും. ആശങ്ക അടിയൊഴുക്കുകളിൽ. തൃശൂരിൽ വിജയമുറപ്പിച്ച ഇടത് വലത് NDA മുന്നണി തിരഞ്ഞെടുപ്പ് മാനേജർമാർ. ഏകജാലക +1 പ്രവേശനം ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇനി അപേക്ഷകർക്ക് പിഴവ് തിരുത്താൻ അവസരം. തിരഞ്ഞെടുത്ത സ്കൂളുകളും വിഷയ കോമ്പിനേഷനുകളും മാറ്റം വരുത്താം. ഈ വർഷം 4,65,960 പേരാണ് അപേക്ഷിച്ചത്. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന്. ക്ലാസുകൾ ജൂൺ 24-ന് തുടങ്ങും. സംസ്ഥാന സർക്കാരിന്റെ വിഷു ബമ്പർ 12 കോടി രൂപ. ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിന് VC 490987 നമ്പർ ടിക്കറ്റിന് ബമ്പർ. കൈതവനയിലെ കാർത്തിക ലോട്ടറി ഏജൻസി ഉടമ അനിൽകുമാറിനെ ബമ്പർ ഭാഗ്യദേവത തേടിയെത്തുന്നത് ഇതാദ്യം. അനിൽകുമാർ എടുത്തത് 2100 ടിക്കറ്റ് മാത്രം. സബ് ഏജന്റിന് ടിക്കറ്റുകൾ നൽകിയിട്ടും അനിൽകുമാറിനെ കൈവിടാതെ ഭാഗ്യ ബമ്പർ. മൺസൂൺ ബമ്പർ ടിക്കറ്റ് പുറത്തിറങ്ങി. 10 കോടി ഒന്നാം സമ്മാനം. ടിക്കറ്റ് വില 250 രൂപ. നറുക്കെടുപ്പ് ജൂലൈ 31-ന്. സംസ്ഥാനത്തൊഴിയാതെ പെരുമഴക്കാലം. കാലവർഷം 24 മണിക്കൂറിനകം കേരളത്തിലെത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 7 ദിവസങ്ങളിൽ മിന്നലോടുകൂടിയ മഴയും കാറ്റും. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക്.
ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ ചൊറ്റുപാറ സ്വദേശി 34-കാരൻ നിതിൻ ബാബു നാടിന്റെ അഭിമാന പ്രതീകം. മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. മികവിന്റെ പ്രതീകമായ യുവാവിന്റെ വാർത്താവിശേഷം V9 സ്പെഷ്യലിൽ.